ഹായ് എവരിവൺ. പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ദൃഢം എന്ന് പറയുന്ന മൂവിയാണ്. ഷെയ്ൻ നിഗം നായകനായി വന്ന മൂവിയാണ് ദൃഢം. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ജൂൺ 12 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ദൃഢം സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദൃശ്യം 3 എന്ന് പറയുന്ന മൂവിയാണ്. വളരെയധികം വിജയകരമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് ദൃശ്യം 3. ഇത് ആമസോൺ പ്രൈമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം തന്നെ ദൃശ്യം 3 ആമസോൺ പ്രൈമിൽ വരുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായി അതിരടി എന്ന മൂവിയാണ്. അതിരടി എന്ന മൂവി വളരെയധികം കോമഡി മൂവിയാണ്. ഇത് സോണി ലൈവ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 19 മുതൽ അതിരടി സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഒരു പീരിയോഡിക് മൂവിയായ പള്ളിച്ചട്ടമ്പി എന്ന മൂവിയാണ്. ഇത് മനോരമ മാക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം തന്നെ പള്ളിച്ചട്ടമ്പി മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതായി ഭൂത് ബംഗ്ല എന്ന മൂവിയാണ്. ഇതൊരു ഹിന്ദി മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ പ്രിയദർശനാണ്. അക്ഷയ് കുമാറാണ് ഇതിൻ്റെ നായകൻ. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ജൂൺ 12 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി കറുപ്പ് എന്ന മൂവിയാണ്. സൂര്യയുടെ കംബാക്ക് എന്ന് രേഖപ്പെടുത്തിയ മൂവിയാണ് കറുപ്പ്. ഇത് ആമസോൺ പ്രൈം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 22 മുതൽ കറുപ്പ് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്തതായി കെന്നാത്തെ കനോം എന്ന തമിഴ് മൂവിയാണ്. ഇത് ഹോട്ട്സ്റ്റാർ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ ലാസ്റ്റായി ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി തങ്കമണി എന്ന മൂവിയാണ്. ഇത് സോണി ലൈവ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ ലാസ്റ്റ് ആയി തങ്കമണി സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്തതായി ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂക്കയുടെ പ്രധാനപ്പെട്ട ഒരു മൂവിയായിരുന്നു ബസൂക്ക. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ജൂൺ 26 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ബസൂക്ക ലഭ്യമാകുന്നതാണ്. അടുത്തതായി അവതാർ ദ ഫയർ ആൻഡ് ആഷ് എന്ന മൂവിയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ജൂൺ 24 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് ലഭ്യമാകുന്നതാണ്. അടുത്തതായി ബ്ലാസ്റ്റ് എന്ന മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവുന്നതാണ്. ഇത്രയുമാണ് പുതിയ OTT റിലീസുകൾ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഏതാണ്? നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്